കരുവാറ്റയിലെ കൗമാരക്കാർ പ്രതികളായ കൊലക്കേസിൽ തുടർ നടപടികൾ ശക്തമാക്കിയ അന്വേഷണ സംഘം. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 ആൺകുട്ടികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ നൽകി. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെയാണ് അപേക്ഷ നൽകിയത്. ഇത് ശനിയാഴ്ച പരിഗണിക്കും. 13-കാരിയെ വൈദ്യപരിശോധനയ്ക്കും കൗൺസിലിംഗിന് വിധേയമാക്കാനും കോടതിയുടെ അനുമതി തേടും. ലഹരി ഉപയോഗം ഉൾപ്പെടെ കുട്ടികൾക്കുള്ളതിനാൽ വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ആവശ്യമാണ്. ശരണ്യ സ്നേഹിതനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ശരണ്യ, തുടർ നടപടികൾ എങ്ങനെയായിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് നീക്കുക? ഹരി, കരുവാറ്റയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ കസ്റ്റഡി അപേക്ഷയാണ് ജുവനൈൽ ജസ്റ്റിസ് കോടതി മുമ്പാകെ നൽകുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് കുട്ടികൾ ലഹരി ഉപയോഗിച്ചത്, അതായത് ഈ കൊലപാതകം നടക്കുന്ന ദിവസം ഉൾപ്പെടെ ഇവർ രാസലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇവരുടെ ഫോൺ മുഖാന്തരമുള്ള ചാറ്റിൽ നിന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല, ചോദ്യം ചെയ്യലിന്റെ ഘട്ടത്തിൽ 13-കാരെ ഉൾപ്പെടെ ഈ മദ്യത്തിന്റെ ഉപയോഗവും അതുപോലെ തന്നെ കഞ്ചാവിന്റെ ഉപയോഗവും ഒക്കെ സംബന്ധിച്ചുള്ള സ്ഥിരീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോ ഈ കുട്ടികൾക്ക് ഇത് എവിടെ നിന്ന് ലഭിക്കുന്നു എന്നടക്കമുള്ള വിഷയങ്ങൾ ഇനിയും കണ്ടെത്താറുണ്ട്. അതായത് പ്രാഥമികമായി പോലീസിന് ഉണ്ടായിരുന്ന അവരുടെ ടാർഗറ്റ് ഈ പ്രതികളെ കൊലപ്പെടുത്തിയതാരാ എന്നുള്ളതും പ്രതികളെ കണ്ടെത്തുക എന്നുള്ളതുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് വിശദമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, കേരളം ആകെ ഞെട്ടിയ ഒരു സംഭവമാണ്. 13-കാരിയായ പെൺകുട്ടിയുടെ നേതൃത്വത്തിൽ അവരുടെ ഒരു മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ കൊലപാതകം, ഒരു വ്യക്തിയെ കൊലപ്പെടുത്തുന്നുള്ള, അതും ഉറ്റ ബന്ധുവായ ആളെയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കൊല്ലപ്പെട്ട ശിവൻകുട്ടിയും പെൺകുട്ടിയും തമ്മിലൊരു വഴക്ക് നടന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് പണം എടുത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ വഴക്കാണ് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു മോഷണശ്രമം നേരത്തെ നടന്നിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കൂടി ലഭ്യമാകുന്നുണ്ട്. അതായത് പൂർവ്വധികൃതരോടൊക്കെ വിശദാംശങ്ങൾ തേടുമ്പോൾ ഈ കുട്ടി അന്തർമുഖിയായിരുന്നു എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ പെൺകുട്ടി ഉന്നയിച്ച മറ്റൊരു വിഷയമുണ്ട്. അത് മുത്തച്ഛന്റെ ഭാഗത്തു നിന്ന് മോശം ഇടപെടൽ ഉണ്ടായി എന്നുള്ള രീതിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. വൈദ്യപരിശോധന നടത്തണം. ഒപ്പം തന്നെ കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഈ കേസിൽ 16, 17 വയസ്സുള്ള ആൺകുട്ടികളാണ് ഈ കൃത്യം നിർവഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ സാധാരണ രീതിയിലുള്ള ഒരു കൊലപാതകമല്ല, മറിച്ച് മൃഗീയമായി ഉപദ്രവിച്ച ശേഷമാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നേരത്തെ ഡൽഹിയിലെ കേസൊക്കെ പരിഗണിച്ച പോലെ ഈ കുറ്റകൃത്യങ്ങളിൽ അതിന്റെ ആഴം പരിശോധിച്ചുകൊണ്ട് ഇവരെ അഡൽസിനെ അല്ലെങ്കിൽ മുതിർന്നവരെ വിചാരണ ചെയ്യുന്നത് പോലെ വിചാരണ ചെയ്യണമെന്നുള്ള ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ട് അടക്കം പോലീസ് തയ്യാറാക്കുന്നുണ്ട്. ഈ ആൺകുട്ടികളെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്, ഇവര് കൊല്ലം പരവൂർ സ്വദേശികളാണ്. അപ്പൊ അവിടെ തന്നെ ഇവർക്ക് ഒരു ഗ്യാങ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ മുതിർന്ന, അതായത് 19 വയസ്സുകാരനാണ് ഈ സ്വർണം കൊണ്ട് നൽകിയിട്ടുള്ളത്, വിൽക്കാനായി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ സംഘം ചേരലും അതിനെതിരെ ഉള്ള ലഹരി ഉപയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് എന്നൊക്കെ കൊല്ലത്തു നിന്നുള്ള വാർത്തകളും എത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കാനുള്ള ഒരു കേസാണ്. മനഃശാസ്ത്ര വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹായം തേടി വേണം ഈ കേസിൽ മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകിയിട്ടുണ്ട്. അത് ശനിയാഴ്ച പരിഗണിക്കും. മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ അമ്മ ആശുപത്രി ചികിത്സയിലാണ്. അവർ എത്തിയ ശേഷം അവരിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ തേടേണ്ടതായി, ചികിത്സ കഴിഞ്ഞ് എത്തിയ ശേഷം വിശദാംശങ്ങൾ കൂടുതലായി തേടേണ്ടതായി ഉള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം പോലീസിന് ഇതുവരെ പൂർണ്ണമായ അതിലേക്ക് കടക്കാനായി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവരിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ തേടണം. അതിനോടൊപ്പം തന്നെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട കുട്ടി ഉന്നയിച്ച ചില വിഷയങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതായുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ മുത്തച്ഛനെ കുറിച്ച് കുട്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. കാരണം അതിനകത്ത് ഈ സംഭവത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായി ആണോ ഇത് പറയുന്നതെന്നുള്ള നല്ല സംശയം പോലീസിനുണ്ട്. കാരണം അത്ര വിദഗ്ധമായാണ് ഓരോ കാര്യങ്ങളും ആ കുട്ടി അവിടെ പ്ലാൻ ചെയ്തിരുന്നത്, ആ വീട്ടിൽ കൊലപാതക ദിവസം പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അത് അത്ര തന്ത്രപൂർവ്വം നിൽക്കുന്ന ഒരാളിൽ നിന്നും ഇനിയും ശാസ്ത്രീയമായ അടക്കം വിശദാംശങ്ങൾ തേടേണ്ടതായി പോലീസിനുണ്ട്. അത് മാത്രമല്ല, ഇതിനകത്ത് മറ്റാർക്കെങ്കിലും പങ്കാളിത്തമുണ്ടോ എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളൊക്കെ ഇനിയും പരിശോധിക്കേണ്ടത് ഇരിക്കുന്നു. എന്തായാലും നമുക്കറിയാം, 13 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കൗമാരക്കാരുടെ സംഘമായിരുന്നു കേരളത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ക്രൈം ചെയ്തത്. അതിലേക്ക് നയിച്ച സാഹചര്യം എന്ത് എന്നുള്ളത് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ആശങ്കകൾ പരിഹരിക്കുന്ന രീതിയിൽ അതിൽ വിദഗ്ധമായ പരിശോധന ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അത്തരം ഒരു പരിശോധനയിലേക്ക് തന്നെയാണ് ആലപ്പുഴയിലെ പോലീസ് കടക്കുന്നത്. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം, ഈ സംഭവം നടന്ന 24 മണിക്കൂറിനുള്ളിൽ തന്നെ
ഈ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടു എന്ന് കണ്ടെത്തി 24 മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസിന്റെ പ്രതികളിലേക്ക് എത്താനും അവരുടെ സ്ഥിരീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്ത് ഇനിയുള്ള ആഴത്തുള്ള പരിശോധനകളാണ്. അതിനുവേണ്ടി ഇനി ശനിയാഴ്ച കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച് കുട്ടികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. ശരി, എന്തായാലും ഗുവാഹത്തിയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങളാണ് ശരണ്യ നൽകിയത്. എന്തായാലും കസ്റ്റഡിയിൽ ആൺകുട്ടികളെ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട്. എന്നാലും ഇത് കേസ് കൂടുതൽ ഇതെങ്ങോട്ടേക്കാണ് നീങ്ങുന്നത് സംബന്ധിച്ചും പെൺകുട്ടിയുടെ മൊഴിയിൽ കൂടുതൽ വിശ്വാസത്തിലേക്ക് നീങ്ങാതെയും ഉൾപ്പെടെ അതിലും സംശയങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടും പോലീസും എത്തുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അയൽവാസികളുമായി തന്നെ ഒരു ബന്ധവും പുലർത്താതെ നിന്നത് ഉൾപ്പെടെയുള്ള സംശയങ്ങൾ ഇതെങ്ങനെയാണ് നീങ്ങിയത്, പ്രത്യേകിച്ച് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രായത്തിനിടയിലുള്ള കുട്ടികൾ അതിവിദഗ്ധമായിട്ട് തന്നെ ഈ ഒരു കൊലപാതകം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലാണ് അവർ നീങ്ങിയത് ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങൾ വളരെ സജീവമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. ശരണ്യാണ് വിശദാംശങ്ങൾ നൽകിയത്.